നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി ദിവ്യയുടെ അനധികൃത ഇടപാടുകൾക്ക് ഒത്താശ ചെയ്യുന്നത് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ. കോടികളുടെ ഇടപാടുകൾ ദിവ്യ നടത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം കളക്ടറുടെ കൈ പതിഞ്ഞിട്ടുണ്ട് എന്ന് ആരോപണം ശക്തമാകുന്നു. ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇതിൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. അരുൺ കെ വിജയൻ എന്ന പേര് കേരളക്കര കേൾക്കുന്നത് നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കളക്ടറേറ്റിൽ നടന്ന ഒരു യോഗത്തിലേക്ക് ദിവ്യ കയറി ചെന്ന് നടത്തിയ ഷോയ്ക്ക് പിന്നാലെയാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും പി ദിവ്യയുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം ശക്തമാകുന്നത്. എന്നാൽ ഇന്നിപ്പോൾ പി ദിവ്യയുടെ ബിനാമി സ്വത്ത് ആരോപണത്തിന്റെ വിവരങ്ങൾ ശക്തമായി തന്നെ പുറത്തേക്ക് വരുമ്പോൾ ഇതിലും കണ്ണൂർ കളക്ടറുടെ പേര് ഉയരുകയാണ്. അതായത് പി ദിവ്യക്കെതിരെ ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് രംഗത്ത് വന്നല്ലോ. മുഹമ്മദ് ഷമ്മാസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണൂർ കളക്ടറുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ആ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പി ദിവ്യയെ ചൂഴ്ന്നു നിൽക്കുന്ന പല വിവാദങ്ങളുണ്ട്. അത് തൽക്കാലം ഒരു വശത്ത് നിൽക്കട്ടെ. എന്നാൽ മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ നേരിട്ടടിക്കുന്ന പല പോയിന്റുകളുണ്ട്. അത് നമുക്ക് ഒന്ന് നോക്കാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി ദിവ്യ കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് 10,47,00,000 രൂപയുടെ നിർമ്മാണ കരാറുകൾ നേരിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ഷമ്മാസിന്റെ ആരോപണം. ജില്ലാ കളക്ടർ ചെയർമാനും പി ദിവ്യ ഗവേണിംഗ് ബോഡി അംഗവുമായ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണ് കോടികളുടെ കരാർ പ്രവർത്തികൾ നേരിട്ട് ലഭിച്ചത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടന്ന പ്രവർത്തികളിൽ ഏറ്റവും കൂടുതൽ തുകയുടെ കരാർ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചത് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറായിരുന്ന കാലയളവിലാണെന്നും കളക്ടറുടെ ഇടപെടലുകളിൽ സംശയമുണ്ട് എന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിരിക്കുന്നത്. പി ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ വഴിവിട്ട് സഹായം ചെയ്തോ എന്നും ദിവ്യയുടെ ബിനാമി ഇടപാടുകൾക്ക് കൂട്ടുനിന്നോ എന്നുള്ളതും അന്വേഷിക്കണമെന്നും ഷമ്മാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ആദ്യ പ്രവൃത്തിയായ പടിയൂർ ABC കേന്ദ്രത്തിന്റെ നിർമ്മാണ കരാർ ലഭിച്ചത് ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴിയാണെന്നും ഷമ്മാസ് പറയുന്നു. പാലക്കയം തട്ടിലെ ബിനാമി സ്വത്തിടപാടിൽ ബിനാമി കമ്പനി ഉടമയുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും പേരിലുള്ള രേഖകൾ തയ്യാറാക്കിയത് ഒരേ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണെന്നും സർക്കാർ ജീവനക്കാരനായ ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ ജോലി കൃഷി എന്നാണ് സ്ഥലം വാങ്ങിയ രേഖയിൽ സാക്ഷ്യപ്പെടുത്തിയതെന്നും ഷമ്മാസ് ചൂണ്ടിക്കാട്ടുന്നു. ദിവ്യയുടെയും ഭർത്താവിന്റെയും ബിനാമികളുടെയും കൃഷിയുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഷമ്മാസ് ആരോപിക്കുന്നു. ബിനാമി കമ്പനിയും പി ദിവ്യയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും വിജിലൻസിന് പരാതി നൽകുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുൻപോട്ടു പോകുമെന്നും ഷമ്മാസ് പറയുന്നു. ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും ഷമ്മാസ് വെല്ലുവിളിക്കുകയാണ്. പി ദിവ്യയ്ക്ക് വേണ്ടി കളക്ടർ എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ കണ്ണൂരിലെ ഈ മാഫിയ സംഘത്തിന്റെ പല പിന്നാമ്പുറ കഥകളും പുറത്താകുമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു വെക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരിയാണ് പി ദിവ്യ. അതിലുപരി അവരൊരു ജനപ്രതിനിധിയാണ്. പല കസേരകളിലും വലിയ കസേരകളിലും ഇരുന്നിട്ടുള്ള ആളുമാണ് പി ദിവ്യ. ഇവർക്ക് കൃത്യമായ ചില കളികൾ ഇവർ ഇടപെട്ടും അതുപോലെ തന്നെ ഇവരെ ഇടനില നിർത്തിയും നടത്തിയിട്ടുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ഇതുവരെ ഈ വിഷയങ്ങളിലൊന്നും അന്വേഷണത്തിന് ആരും തന്നെ തയ്യാറാകുന്നില്ല. ഇതിലേക്കാണ് അരുൺ കെ വിജയൻ എന്ന കളക്ടറുടെ പേര് കൂടി വന്നിരിക്കുന്നത്. കളക്ടർ കസേരയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയാണോ അരുൺ കെ വിജയൻ എന്നുള്ള ചോദ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന് സേവ ചെയ്യേണ്ടവരാണ് IAS ഉദ്യോഗസ്ഥർ, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ പ്രവർത്തിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അത് ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളോട് അല്പമെങ്കിലും കൂറുണ്ടാകണം ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം.
അല്ലാതെ സ്വന്തം സൗകര്യങ്ങൾക്കും മറ്റ് ഗുണങ്ങൾ കിട്ടുന്നതിനു വേണ്ടിയും രാഷ്ട്രീയക്കാരുടെ കാല് നക്കുന്നവരായി മാറരുത് ഈ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ. അത് സമൂഹത്തിന് ഒട്ടും നല്ലതിനല്ല. അരുൺ കെ വിജയൻ അത്ര വെടിപ്പല്ല എന്ന് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. കണ്ണൂർ കളക്ടറേറ്റിൽ പോലും അരുൺ കെ വിജയനെതിരെ വലിയ രീതിയിൽ എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. നവീൻ ബാബു മരണവുമായി ബന്ധപ്പെട്ട് അരുൺ കെ വിജയനെ നേരിട്ട് വിമർശിക്കുന്നുണ്ട് പലരും. ഇത് മാത്രമല്ല, ജനങ്ങളും നവീൻ കെ ബാബുവിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന് താഴെ ഈ കണ്ണൂർ കളക്ടർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തണം എന്ന് ജനങ്ങൾ പോലും അവരുടെ ആവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദിവ്യയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കളക്ടറിന്റെ പേര് ഉയർന്നു വരുന്നത്. അപ്പോൾ സംഗതി അത്ര നിസ്സാരമല്ല എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. നവീൻ ബാബു മരിക്കുന്നതിന് മുൻപ്, അതായത് ആ യോഗം നടക്കുമ്പോൾ അവിടേക്ക് പി ദിവ്യ സധൈര്യം കയറി ചെല്ലുകയായിരുന്നു. പുറത്തുനിന്ന് ആരെയും ആ യോഗത്തിലേക്ക് വിളിച്ചിരുന്നില്ല, മാധ്യമങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. അത്തരത്തിൽ നടന്ന ഒരു യോഗത്തിലേക്ക് പി ദിവ്യയ്ക്ക് ക്ഷണം എവിടെ നിന്ന് ലഭിച്ചു? അവിടെയാണ് കളക്ടറിന്റെ പേര് ഉയർന്നു വന്നത്. പി ദിവ്യ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തല്ലോ, അവിടെ യോഗം നടക്കുന്നുണ്ട് എന്ന് കളക്ടറാണ് എന്നെ വിളിച്ചറിയിച്ചത് എന്ന്. ഇത് മാത്രമല്ല, ആ യോഗം നടക്കുന്നതിന് തൊട്ട് മുൻപ് അരുൺ കെ വിജയന്റെ ഫോണിലേക്ക് പി ദിവ്യയുടെ കോൾ എത്തിയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ആ വേദിയിൽ ഇരുത്തി നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് പി ദിവ്യ സംസാരിക്കുമ്പോൾ ചിരിക്കുകയായിരുന്നു കണ്ണൂർ കളക്ടർ. ഇത് മാത്രമല്ല, ഈ കളക്ടർ അത്ര വലിയ മാന്യനൊന്നുമല്ല എന്ന് പറയാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. തന്റെ സഹപ്രവർത്തകരോട് ഒരു തരത്തിലുമുള്ള ഒരു മാനുഷിക പരിഗണന പോലും കാണിച്ചിട്ടില്ലാത്ത ആളാണ് അരുൺ കെ വിജയൻ എന്ന് കളക്ടറേറ്റിൽ നിന്ന് തന്നെ പിന്നീട് എത്രയോ ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. അങ്ങനെ ആർക്കും ഈ കളക്ടറോട് അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരുമായും ഒരു അടുപ്പം സൂക്ഷിക്കാൻ ഈ കളക്ടർ തയ്യാറായിട്ടുമില്ല. കളക്ടർക്ക് വലിയ വലിയ ബന്ധങ്ങളോടായിരുന്നു താല്പര്യം അത്രേ. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴും, പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് കുടുംബം പറഞ്ഞപ്പോഴും കണ്ണൂർ കളക്ടറാണ് അവരെ വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ട്, എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം പോലും അട്ടിമറിയായിരുന്നു എന്ന് പിന്നീട് വിവാദങ്ങൾ പുറത്തേക്ക് വന്നല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്ന മട്ടിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോട്ട് കയറി ചെല്ലാൻ ചെന്നു. എന്നാൽ ഭാര്യ മഞ്ജുഷ ആട്ടി ഇറക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ കേസിൽ നിന്ന് പാടെ മാറ്റി നിർത്തുകയായിരുന്നു കണ്ണൂർ കളക്ടറെ. പ്രശാന്തനെയും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെയും കേസിൽ ഉൾപ്പെടുത്താതെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് പി ദിവ്യയെ മാത്രം കേസിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കളക്ടറെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ CBI അന്വേഷണം വരുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് പൊടുന്നനെ കണ്ണൂർ കളക്ടറെ ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ സർക്കാരും കണ്ണൂരിലെ CPM നേതൃത്വവും ഇടപെട്ട് അരുൺ കെ വിജയനെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും കാണിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? ഒരു ഉദ്യോഗസ്ഥനെ, ഒരു IAS ഉദ്യോഗസ്ഥനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്? അഥവാ CBI വന്ന് അരുൺ കെ വിജയനെ എടുത്തിട്ടൊന്ന് കുടഞ്ഞാൽ സത്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയമാണോ നിങ്ങളെ വേട്ടയാടുന്നത്? ഈ അരുൺ കെ വിജയനും പി ദിവ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിൽ എന്താണ് ഇത്ര സ്വകാര്യമായി, അല്ലെങ്കിൽ ഒരു യോഗം നടക്കുമ്പോൾ അവിടേക്ക് വരൂ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ബന്ധം എന്താണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആരെയും വിളിച്ച് ക്ഷണിക്കാത്ത ഒരു പരിപാടിയിലേക്ക് ദിവ്യയെ ക്ഷണിക്കാൻ മാത്രം എന്തായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ്. ഇതിനൊക്കെ മറുപടി കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ബിനാമി സ്വത്ത് ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണം ശക്തമായാൽ കേരളത്തിലെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ ഇതെവിടെയും എത്തില്ല. പകരം കേന്ദ്ര ഏജൻസികൾ ആരുടെയെങ്കിലും കൈകളിലാണ് ഈ വിഷയം എത്തുന്നതെങ്കിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ബിനാമി ഇടപാടുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള അന്വേഷണം ശക്തമാകും. അങ്ങനെ വന്നാൽ ഈ നവീൻ ബാബു വിഷയത്തിലും അതിന്റെ സത്യാവസ്ഥകളും കൂടി പുറത്തേക്ക് വരും. മുഹമ്മദ് ഷമ്മാസ് ഉയർത്തിവിട്ടിരിക്കുന്നത് അത്ര ചെറിയ തീയൊന്നുമല്ല.
എന്നാൽ എനിക്കൊട്ടും ഭയമില്ല എന്ന് കാണിക്കാൻ വേണ്ടി മുഹമ്മദ് ഷമാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വന്ന് നിരന്തരം പോസ്റ്റ് ഇട്ട് കളിക്കുകയാണ് പി ദിവ്യ. കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമാസ് ആരോപണം ഉന്നയിച്ചതിന്, അതായത് പി ദിവ്യ മാത്രമല്ല ഇതിൽ അരുൺ കെ വിജയനും റോൾ ഉണ്ട് എന്നുകൂടി പ്രസ്താവിച്ചുകൊണ്ട് മുഹമ്മദ് ഷമാസ് രംഗത്തേക്ക് വന്നതിന് തൊട്ട് പിന്നാലെ പി ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിങ്ങനെയാണ്: ഞാൻ കണ്ടു വളർന്ന നേതാവ്, എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി, എന്റെ പാഠപുസ്തകത്തിലെ ഹീറോ. അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അതുതന്നെ എന്ന് തോന്നുന്നത് സ്വാഭാവികം. അലക്കിത്തേച്ച വെള്ള വസ്ത്രവും 4 പേപ്പറും കയ്യിൽ വെച്ച് 4 മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ല, കോടതിയിൽ കണ്ടിപ്പാപ്പാക്കലാം. ഇതായിരുന്നു പി ദിവ്യ പങ്കുവച്ചത്. അതായത് പിണറായി വിജയനുമൊത്തുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ കുറിപ്പും എഴുതി വിട്ടത്. ദിവ്യക്കെതിരെ നിരന്തരമായി ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നു. നവീൻ ബാബു മരിച്ചതിന് ശേഷവും ഇവരുമായി ബന്ധപ്പെട്ട് ബിനാമി ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ ഇതിലെല്ലാം ശക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കളക്ടർ ഉൾപ്പെടെയുള്ളവരെ തൂക്കി അകത്തിട്ട് വേണം ഈ അന്വേഷണം നടത്താൻ. അല്ലാതെ ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കരുത് പിണറായി പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.